സ്വർണ്ണക്കൊള്ളയിൽ CPM-നെയും തന്ത്രി കുടുംബത്തെയും സമ്മർദ്ദത്തിലാക്കി എ പത്മകുമാറിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രനും തന്ത്രിക്കും മുൻപേ ബന്ധമെന്ന് പത്മകുമാർ SITക്ക് മൊഴി നൽകി. അതിനിടെ സന്നിധാനത്ത് നിന്നും ഇളക്കി മാറ്റിയത് നിലവിൽ പുറത്തു വന്ന ഉരുപ്പടികൾ മാത്രമെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലടക്കം വരികയാണ്. അപ്പോൾ ഇനി അന്വേഷണം എങ്ങോട്ടാണ്, ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ദിവസം വൈകിട്ട് വരെ SITക്ക് മുൻപിൽ ഉള്ളത്. കാരണം ഈ ദിവസം വൈകിട്ട് വരെയാണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള സമയം. എന്നോടൊപ്പം അനന്തകൃഷ്ണനും ഒപ്പം പ്രശാന്ത് കൃഷ്ണയും ചേരുന്നുണ്ട്. അന്വേഷണത്തിന്റെ പുതിയ ദിശ, പുതിയ കണ്ടെത്തലുകൾ, അതിലെ പരിശോധനകൾ, അതൊക്കെ ആരെയൊക്കെ ബാധിക്കും എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. അനന്തൻ, അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ SITയുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ്. പത്മകുമാർ എന്തെങ്കിലും പുതുതായി പറയുന്നുണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായി, ചോദ്യം ചെയ്യൽ പൂർത്തിയായി. അതിനുശേഷം പത്മകുമാറിനെ ഇപ്പോൾ കൊല്ലം കോടതിയിൽ ഹാജരാക്കും. വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. ഇന്നലെ ഉച്ച തൊട്ട് ഇന്ന് ഉച്ചവരെയുള്ള സമയം അത് ചോദ്യം ചെയ്യലും അത് SIT ശേഖരിച്ച തെളിവുകളുടെ ഒക്കെ വെരിഫിക്കേഷനും ഒക്കെയാണ് പ്രധാനമായിട്ടും നടന്നത്. നമുക്ക് മൊഴിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ സ്വർണ്ണക്കൊള്ള പത്മകുമാർ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഈ സ്വർണം ഉരുപ്പടികളൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എല്ലാവരും കൂടി ചേർന്നാണ്. അയാളൊരു സ്പോൺസറായിട്ട് വന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അയാൾക്ക് ഞാൻ മാത്രമായിട്ടൊരു തീരുമാനം എടുത്തിട്ടില്ല, ബോർഡ് എടുത്ത തീരുമാനമാണ്. തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. മറ്റ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങൾക്കും ഇത് കൊടുക്കുന്നതായിട്ടുള്ള അറിവുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് ഉദ്യോഗസ്ഥരായിരുന്നു, അതുണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ SITയുടെ കയ്യിൽ പ്രധാനമായിട്ടുമുള്ള തെളിവ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പത്മകുമാറും തമ്മിലുള്ള ബന്ധം, സാമ്പത്തിക ഇടപാട് അടക്കമുള്ള കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കാകണം അത് ഈ ഒരു പത്മകുമാർ പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എനിക്ക് സൗഹൃദം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും തന്ത്രി കുടുംബത്തിനും നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ അയാളെ കാണുന്നതിന് മുൻപ് തന്നെ അവർക്ക് ബന്ധമുണ്ട്. അപ്പോൾ എൻ്റെ മാത്രം പരിചയക്കാരനല്ല അയാൾ എന്നുള്ള മട്ടിലാണ്. അതായത് ഒരുപക്ഷെ പത്മകുമാർ മറ്റാളെ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അവർ കൂടി ഇതിനകത്ത് ഭാഗവാക്കാകട്ടെ എന്നാണോ ഉദ്ദേശം? ഈ പറയുന്ന 2 പേരുകൾ, ഒന്ന് തന്ത്രി കണ്ഠര് രാജീവര്, മുൻ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി കടകംപള്ളി, ഈ 2 പേർക്കും എതിരെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതൊരു കുറ്റത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല, അതിനൊരു സാധ്യത വരുമോ? ഇല്ല, എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഇതുവരെയും SITയുടെ അന്വേഷണത്തിൽ കണ്ടിട്ടില്ല. കാരണം SIT ഇത്രയും 1.5 മാസമായി, നേരത്തെ ദേവസ്വം വിജിലൻസും ചേർന്നുള്ള അന്വേഷണമാണെങ്കിൽ ഏതാണ്ട് 2 മാസത്തിനടുത്തായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതിൻ്റെ എവിടെയും തന്ത്രിയോ അതല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെയോ പേരുകൾ ഇതുവരെയും വന്നിട്ടില്ല. മാത്രമല്ല SIT ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഏതെങ്കിലും റിപ്പോർട്ടുകളിൽ തന്ത്രിയുടെയോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെയോ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്തെ അന്വേഷണം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് പത്മകുമാറിൽ തന്നെയാണ് എന്നുള്ളത്. പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥരുടെയും വാസുവിന്റെ അടക്കം മൊഴിയുണ്ട്. ആ മൊഴിയുടെ പ്രകാരം പത്മകുമാറാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ആസൂത്രകനായി ഈ SITയുടെ മുന്നിൽ നിൽക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും 2 പേരും ചേർന്നുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളുമുണ്ട്. പറയാൻ കാര്യം, ഈ പത്മകുമാർ അറസ്റ്റിലായ ആ ദിവസം തന്നെ ചില മാധ്യമങ്ങൾ അന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. അതായത് കടകംപള്ളി സുരേന്ദ്രൻ ഇതാ പെട്ടുപോകുന്നു, കടകംപള്ളിക്കെതിരെ വളരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണം വരുന്നു, കടകംപള്ളി ഇതാ ഉടൻ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ 1-2 ദിവസം, ആദ്യ ദിവസം ഒരു ചാനൽ ബ്രേക്ക് ചെയ്തു, 2ാമത്തെ ദിവസം കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ചാനൽ അതിനുമായിട്ടൊരു തുടർച്ചയായിട്ട് അതിന്മേൽ മുൻനിർത്തിയൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ മൊഴി പ്രകാരമാണെങ്കിൽ നമ്മളൊരു നീട്ടിറിലേക്കൊന്നും പോകരുത് എന്ന ഒരു സ്ഥിതിയാണോ ഉള്ളത്? അതെ, തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച്, നമുക്ക് ലഭിക്കുന്ന വിവരം വെച്ചും പത്മകുമാർ പറയാൻ ശ്രമിക്കുന്നത് ഞാനായിട്ട് പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. അത് അയാൾക്ക് പരിചയം വരുന്നത് തന്നെ, പോറ്റിയെ പരിചയം വരുന്നത് തന്നെ കടകംപള്ളിയുടെയും തന്ത്രിയുടെയും ഒക്കെ അടുപ്പക്കാരനായിട്ടാണ്. മാത്രമല്ല സ്പോൺസർഷിപ്പുകൾ നേടിയെടുത്തതും അയാൾ ഈ തന്ത്രി കുടുംബവുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടാണ്. അപ്പോൾ പക്ഷേ അങ്ങനൊരു സ്വർണ്ണക്കൊള്ളയ്ക്ക് ഞാൻ കൂട്ടുനിന്നിട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പത്മകുമാർ ഉള്ളത്. പക്ഷേ പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം പരിശോധിച്ച് SITക്ക് കൃത്യമായ ബോധ്യം പത്മകുമാറും പോറ്റിയും തമ്മിൽ പല ഇടപാടുകളും ഉണ്ട്, ഈ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ ബന്ധമുണ്ട് എന്ന് കൃത്യമായ തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഒരു CPM നേതാവിനെ, പ്രധാനപ്പെട്ട ഒരു പക്ഷേ സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കാവുന്ന, CPMനെ തന്നെ പ്രതിസന്ധിയിലാക്കാവുന്ന ഒരു അറസ്റ്റിലേക്ക് SIT എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്.
അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ ഒരു തെളിവുമില്ലാതെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പുറത്തു വരാത്ത കൃത്യമായ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് തെളിവുകൾ പത്മകുമാറിനെതിരെ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് കോടതിയിൽ അവർ ബോധിപ്പിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത് ഗോൾഡ് എവിടെ എന്നുള്ളതാണ്.